അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനോഹരമായ കുദാശയിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ വേളയിൽ അങ്ങേ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. സത്യോടെ പ്രാർത്ഥന ശുശ്രൂഷ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഭൂമി അവകാശമായി തീർന്ന് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഭൂമി അവകാശമായി തീർന്നവന് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. പിതാവിനെ വാക്കിലും പ്രവൃത്തിയാലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറയിളക്കും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും, അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. എന്നാൽ സമാധാനകാംക്ഷയ്ക്ക് സന്തതി പരമ്പര ഉണ്ടാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ വിവാഹ ആർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് കൈ ഉയർത്തിപ്പിടിച്ച് നമ്മളിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ അരിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ മകനെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി വിവാഹ അന്തസ്സിലേക്ക് ഉയർത്തിയിരിക്കുകയാണല്ലോ. എന്റെ ആഗ്രഹം അനുസരിച്ച് സന്തോഷപ്രദവും സമാധാനപൂർണവും മധുരപരവുമായ ജീവിതം നയിക്കുവാൻ ഇവന് ശക്തി നൽകണമേ. അപരാധത്തിന്റെ സഹാക്കിന്റെ യാക്കോവിന്റെ ദൈവം നിനക്ക് വഴികാട്ടി തിരിക്കട്ടെ. ദൈവം നൽകുന്ന സന്തതികളിലൂടെ നീയും നിന്റെ കുടുംബവും തലമുറയും സഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു.
എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ അങ്ങ് കുടുംബത്തെ രൂപീകരിക്കുകയും നവീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ വചനത്താൽ തന്നെ പുതുതായി രൂപം കൊള്ളുന്ന കുടുംബങ്ങളെ നയിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 19 വാക്യങ്ങൾ 3 മുതൽ 6 വരെ. ഫരിസേയർ അടുത്ത് നിന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. സ്നേഹിതരെ, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ടോജോയും അമൽദായും നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെ ഫലമായിട്ട്, സഭയുടെ അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് നാളെ വിവാഹിതരാകാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു സമയം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഇവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും മാതാപിതാക്കളും ചേർന്നവരും ചേർന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം ഇവരുള്ള സമൂഹം മുഴുവൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അതിലൂടെ ഒരു പരിശുദ്ധാത്മാവിന്റെ വരവും കുടുംബജീവിതം നയിക്കാനുള്ള കൃപയും ലഭിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് ചെറിയൊരു കാര്യമല്ല. വേറെ ഒരു പണിയില്ലാത്തത് കൊണ്ടും വേറെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതല്ല. സമൂഹത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്താക്കാം അല്ല. പൂർണ്ണമായിട്ട് ഉറച്ച വിശ്വാസത്തിൽ തീർച്ചയോട് കൂടി തീരുമാനമെടുത്തു അല്ലെ. അതിനുശേഷം അവർ പോയിട്ട് എന്താണ് സഭയുടെ പഠനം ഉണ്ടായിരുന്നു. എന്താണ് അവരെ പ്രിപ്പയർ ചെയ്തു, രണ്ടുപേരെയും വിളിച്ചിരുത്തി അതിനുവേണ്ടി ഒരുക്കി. അതിനെല്ലാം ഫലമായിട്ട് രണ്ടുപേരോടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേരുടെയും മനസ്സിൽ ഇച്ചിരി ടെൻഷനൊക്കെ കാണും. പുതിയ കാര്യമാണ്, ഉണ്ടോന്നും അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ കാലത്തൊന്നും അധികം ഇല്ലാതല്ല. എങ്കിലും നമ്മൾ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നതില് പലരും വിവാഹ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടും ഒത്തിരിയേറെ വർഷം ജീവിച്ചത് കൊണ്ടും, പ്രത്യേകിച്ച് നിങ്ങൾ ടോജോയുടെ മാതാപിതാക്കൾ എത്ര വർഷം അവർ ജീവിച്ചു? എത്രയാണ്? 31. അപ്പൊ 31 വർഷത്തെ ആ ജീവിതം അവർക്ക് മുമ്പിൽ. അതെല്ലാം കണ്ട് എങ്ങനെ നമ്മുടെ വിവാഹ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം. 1-2 വർഷമല്ല, 30, 33 അല്ല, 50, 60 വർഷത്തേക്ക് പോകാനുള്ള ഒരു കൃപ ദൈവം നൽകും. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കുന്ന അതിനുവേണ്ടി നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇവർക്ക് നമ്മുടെ പ്രാർത്ഥന വേണം എന്നത് സംശയം. പുതിയ ഒരു കാര്യം തുടങ്ങിയാണ്. നമ്മളറിയാം, നമ്മൾ ചെറിയൊരു വണ്ടി വാങ്ങിയാൽ തന്നെ നമ്മൾ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക അല്ലെ. വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഇവരോട് കൊണ്ടുണ്ടായിരിക്കുക. നാളെ മാത്രമല്ല, തുടർന്നുള്ള ജീവിതത്തിനും പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് പോകേണ്ടത് പറഞ്ഞ് അവരുടെ കൂടെ അക്കമ്പനി ചെയ്ത് അവർക്കൊരു താങ്ങും തണലുമായിട്ട് അവരെ ക്രിസ്തീയ ജീവിതം തുറക്കാനായിട്ടും മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ടും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. ഈ കൂട്ടത്തില് ഇവരുടെ മാമോദിസായുടെ തലതൊട്ടപ്പുറം അമ്മയ്ക്കിന്റെ ഇവിടെ
അവർക്കൊക്കെ പ്രത്യേക റോളുണ്ട് കേട്ടോ, അത് മറന്നു പോയത്. അതൊക്കെ അനുസരിച്ച് അവരെ കുടുംബത്തിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുക. തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൃഷ്ടാവായ ദൈവമേ, ഭാഗമെന്ന ഉദാശ സ്വീകരിക്കുവാനും അതിന്റെ കടമകൾ പൂർത്തിയാക്കുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഈ മക്കളെ ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശ്വസ്തതയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന ഉന്നതമായ ദൈവവിളി തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ഈ ദമ്പതികളെ സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമെന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നിത്യഭാഗ്യം കൽപ്പിച്ചറിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധാരണകൾക്ക് വഴിപ്പെടാതെ പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ ഒരുമയോടെ സഹിച്ച ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായി തീർക്കുവാനും ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും വിലപ്പെട്ടവരായ നല്ല കുഞ്ഞുങ്ങളെ നൽകി ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, നാളത്തെ ദിവസം വിവാഹം എന്ന ഉദാശ സ്വീകരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റോജയെയും അമ്മയുടെയും അങ്ങയുടെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, നാളെ മുതൽ ഇവരാരംഭിക്കുന്ന കുടുംബജീവിതം ഏറെ വിശ്വസ്തയോടെ ജീവിക്കുന്നതിനാവശ്യമായ എല്ലാ കൃപാദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യുവാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തും വരെ ആത്മീയവും ശാരീരികമായ എല്ലാ വിരുദ്ധുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ദീർഘകാലം മുഴുവൻ സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യൗസേപ്പ് പിതാവേ, മാർഗരീത്ത മറിയമേ, കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശ്രയിച്ച് ഈശോനാഥ നാളെ വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുന്നേ. തിരുകുടുംബത്തിന് തലവനായ മാറിയ ഔസേപ്പേ, ഞങ്ങളെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ പേരിൽ കാരണമായിരിക്കുന്ന സ്വകീയ വിശുദ്ധരെ, ഇവരുടെ ദാമ്പത്യ വിജയമായി തീരുമാനം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങളും അയൽക്കാരും മറ്റെല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം
ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന 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 ആരാധന. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന. മാലാഖമാർ പാടുന്ന ആരാധന, പരിശുദ്ധരേ കീഴുന്ന ആരാധന. മാലാഖമാർ പാടുന്ന ആരാധന, പരിശുദ്ധരേ കീഴുന്ന ആരാധന. ആരാധന 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 ആരാധന. ക്രൂശിതനായവനാരാധന, പാപവിമോചകനാരാധന. ക്രൂശിതനായവനാരാധന, പാപവിമോചകനാരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന. അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിന്നാരാധന. മാലാഖമാർ പാടുന്ന ആരാധന, പരിശുദ്ധരേ കീഴുന്ന ആരാധന. മാലാഖമാർ പാടുന്ന ആരാധന, പരിശുദ്ധരേ കീഴുന്ന ആരാധന. ആരാധന 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 ആരാധന. ക്രൂശിതനായവനാരാധന, പാപവിമോചകനാരാധന. ക്രൂശിതനായവനാരാധന, പാപവിമോചകനാരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന. ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന. ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന 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 ആരാധന
Found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shining in the pale moonlight. Up above into the sky, everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel found us reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. To the sky, everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young.
into the night. I feel alive. This is the time when you feel young. बारिशों में भीगे हुए हम झूमें नाचे यहाँ ख्वाहिशें मेरी पूरी हुई अब ये अपनी दास्तां बारिशों में भीगे हुए हम झूमें नाचे यहाँ ख्वाहिशें मेरी पूरी हुई अब ये अपनी दास्तां I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. I'd do anything to be by your side. I'll never
I've been searching my whole life for you, never knowing where it lead me to. You brought me to a place I never knew. Every moment still a mystery. Every day I wake up in a dream. For the first time I can finally see that every path has led me straight to you. I jump back into every memory, do it all again together, you and me. There's nowhere else that I would rather be, 'cause every path has led me straight to you. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You
is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful. കൂട്ടിനുള്ളിൽ കൺമണി ചിപ്പിയുള്ളിൽ മുത്തുപോലും പൊന്മകളെ എന്നും എന്നും കിന്നരിക്കാം ഓമനിക്കാം ചക്കര പൊന്നെറ്റിയിലോ പൊട്ടുതൊടാം നീ പകരും പുഞ്ചിരി വസന്തം കാത്തിരിപ്പൂ പൂങ്കുഴലൂതാൻ പോകും താഴ്മുളം കാറ്റിൽ വീഴും കാലം പോയി വരികീണം കൂടാരത്തും വീഴ്ത്തും നിന്ന
तू बड़ी माशाअल्लाह कहे अब्दुल तेरे सुबहानल्लाह कभी शबे कभी शोरा मैं मजनू तू है मेरी लैला तेरे दिल का प्यारा नजराना तू बड़ी माशाअल्लाह कहे अब्दुल तेरे सुबहानल्लाह कभी शबे कभी शोरा हमने तेरी आशिक किस बात का शर्माना तू सीने से लगा लेना चलेगा बहाना. അത് തന്നെ പ്രകൃതിയിലെ ചില ശബ്ദങ്ങളാണ്. നമ്മുടെ രാവിലെ എണീക്കുമ്പോൾ കേൾക്കുന്ന പക്ഷികളുടെ ഒരു ശബ്ദം. അടുത്തതായി നമ്മുടെ നാട്ടിലെ പശുവിന്റെ ശബ്ദം. മറിച്ച് ഇതൊരു പോത്താണെങ്കിൽ അതിന്റെ ശബ്ദം വ്യത്യാസമുണ്ടാവും. ഇതുപോലെ തന്നെയാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ബ്രീഡഡ് പട്ടിയുടെ ശബ്ദം വളരെ വ്യത്യാസമായിരിക്കും. പക്ഷേ കല്ലേറ് കൊണ്ട് കഴിഞ്ഞാൽ രണ്ടിലെ ശബ്ദം ഏകദേശം ഒരുപോലെ തന്നെയാണ്. മെഷീൻ ശബ്ദമാണ് നമ്മുടെ നാട്ടില് പണ്ട് കണ്ടുവരുന്ന മരം മുറിക്കുന്ന മെഷീന്റെ ശബ്ദം. പക്ഷെ ഇത് ആക്സോ ബ്ലേഡ് കൊണ്ടാണ് മുറിക്കുന്നതെങ്കിൽ അതിന്റെ വ്യത്യാസം വളരെ വലുതാണ്. ഇത് മറിച്ച് ഒരു PVC പൈപ്പാണ് ആക്സോ ബ്ലേഡ് മുറിച്ചെങ്കിൽ അതിന്റെ ശബ്ദം മറിച്ച് ഇതിന്റെ ജനലെല്ലാം അടച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ. പുറത്തിരിക്കുന്നവർക്ക് എപ്രകാരമാണ് കേൾക്കുന്നത് നോക്കാം. അടുത്തതായി നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ എതിർവശത്ത് നിന്ന് മറ്റൊരു ട്രെയിൻ നമ്മളെ പാസ് ചെയ്താൽ അതിന്റെ ശബ്ദം എപ്രകാരം ഉണ്ടാകും നോക്കാം. അവസാനമായി ഏറ്റവും പ്രിയപ്പെട്ട ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദമാണ്. നശിപ്പിച്ചു നശിപ്പിച്ചു കൊട്ടാരം പട്ടച്ചാറായം കൊണ്ട് നശിപ്പിച്ചു എടാ എന്തോ തള്ളി ഒടിക്കണ അവന്റെ കാല്. നന്ദി, നമസ്കാരം. I think I want you more than want. I know I need you more than need. I wanna hold you more than hold. When you stood in front of me, I think you know me more than know. And you see me more than see. I could die now more than die. Every time you look at me. Well, I've seen you in jeans with no makeup on, and I've stood there and all is your date for the prom. I'm blessed as a man to have seen you in white, but I've never seen